ലോക്സഭാ സ്പീക്കർ പ്രധാനമന്ത്രിയോട് അങ്ങ് സഭയിൽ പങ്കെടുക്കണ്ട എന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ വന്നിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചെയറിൻ്റെ അടുത്തുവരെ പ്രതിപക്ഷ നേതാക്കന്മാർ കടന്നു കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒരുപക്ഷെ കേരളത്തിലെ സ്പീക്കറുടെ ചേംബറിലേക്ക് ഇടിച്ചു കയറിയ നമ്മുടെ നേതാക്കന്മാരെ നമുക്കറിയാം. അവരുടെ അതേ പാരമ്പര്യമാണ് ഇവിടെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ ഭാഗത്തുള്ള എംപിമാരുടെയും പ്രവർത്തനം. ഒരു പ്രധാനമന്ത്രിയെ സഭയ്ക്കകത്ത് വെച്ച് ദേഹോപദ്രവേൽപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ പാർലമെന്റ് അധപ്പതിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ശോചനീയമാണ്. അതുണ്ടാകാതിരിക്കാൻ സ്പീക്കർ വളരെ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം ഒരു തീരുമാനമെടുത്തു. എന്താണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം? അവർക്ക് വ്യക്തിപരമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെയില്ല. ചൈനയുടെ ആക്രമണത്തെ പ്രതിരോധിച്ചില്ല, ശക്തമായി നേരിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് ശക്തമായി തന്നെ നിരോധിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചൈന എപ്പോഴൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ചുട്ട മറുപടി കൊടുത്ത് അവരെ തിരിച്ചോടിച്ച ചരിത്രവും പാരമ്പര്യവുമാണ് നമുക്കുള്ളത്. നെഹ്റുവിൻ്റെ കാലത്ത് മാത്രമായിരുന്നു നമുക്ക് തിരിച്ചടികളും ഒക്കെ ഉണ്ടായത്. ചൈനക്കാരൻ പിടിച്ചു വെച്ച സ്ഥലത്തിനെ കുറിച്ച് അന്ന് പാർലമെന്റിൽ ബഹളമുണ്ടാക്കിയപ്പോൾ നെഹ്റു പറഞ്ഞ മറുപടി ദാറ്റ് ഈസ് ഓൺലി എ ബാരൻ ലാൻഡ്, നോ ബ്ലേഡ് ഓഫ് ഗ്രാസ് വിൽ ഗ്രോ ദെയർ എന്നാണ്. അങ്ങനെ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചൈന പിടിച്ചെടുത്തപ്പോൾ അവിടെ ഒരു പുൽക്കൊടി പോലും വളരില്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് യാതൊരു പ്രാധാന്യം നൽകാതെ ഭാരതത്തെ അവഹേളിച്ച ആളിൻ്റെ കൊച്ചുമോൻ്റെ മോനാണ് ഈ വൃത്തികേട് പറഞ്ഞ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുക, ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പരിപാടി. കാര്യം അവർക്ക് വേറൊന്നും പറയാൻ അറിയില്ല, അവർക്ക് യാതൊരു വിഷയവും അവതരിപ്പിക്കാനില്ല. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തണം എന്നവർക്ക് ആഗ്രഹമില്ല. ഒരു വിഷയം തിരഞ്ഞെടുത്താൽ അത് ചർച്ച നടത്താനുള്ള കഴിവുള്ളവരാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയെ അവഹേളിക്കുക എന്നുള്ള ഒരു ഒറ്റ അജണ്ട മാത്രമുള്ള ഒരു പ്രതിപക്ഷമായി നമ്മുടെ ഈ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും അധപ്പതിച്ചിരിക്കുന്നു. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ദുർവിധി എന്ന് തന്നെ പറയണം. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പാവുമ്പോൾ ഇവരുടെ അംഗസംഖ്യ ഏതാണ്ട് 50-ൽ താഴെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതോടുകൂടി അവരുടെ ശല്യവും ഒഴിവായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.